സൂഫി ഗുരുവായ ജുനൈദ് ബാഗ്ദാദി പതിവ് പോലെ യൂഫ്രട്ടീസ് നദിയുടെ തീരത്തു നിൽക്കുകയായിരുന്നു. അവിടെ നിൽക്കുന്നത് ഗുരുവാണെന്നറിയാതെ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ഞാൻ അക്കരയ്ക്ക് പോകുവാനായി കുറേ നേരമായി വഞ്ചിയും കാത്തു നിൽക്കുകയാണ്. ഇതുവരെ വന്നില്ല. അങ്ങും അക്കരയ്ക്കാണെന്നാണ് കരുതുന്നത്. അതെ, പക്ഷേ ഞാൻ വഞ്ചി കാത്തു നിൽക്കുന്നില്ല, നദിയിൽ ഇറങ്ങുകയാണ്. ധൈര്യത്തോടെ എൻ്റെ കൂടെ വരാമോ? ഗുരു ചോദിച്ചു. വരാം, ചെറുപ്പക്കാരൻ മറുപടി പറഞ്ഞു. നമുക്ക് ഈശ്വരനിൽ വിശ്വസിച്ചുകൊണ്ട് നദി കടക്കാം. ഒരു കാര്യം, എൻ്റെ ഗുരു എന്നെ രക്ഷിക്കും എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. വേറെ ഒന്നും പറയരുത്, ഗുരു ആവശ്യപ്പെട്ടു. അയാൾ സമ്മതിച്ചു. രണ്ടുപേരും ചേർന്ന് നദിയിൽ ഇറങ്ങി. ജുനൈദ് ചെറുപ്പക്കാരൻ്റെ കൈ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവർ നദി കടക്കാൻ തുടങ്ങി. നമ്മെ ഈശ്വരൻ രക്ഷിക്കും എന്ന് ഗുരുവും എന്നെ എൻ്റെ ഗുരു രക്ഷിക്കും എന്ന് ചെറുപ്പക്കാരനും പറഞ്ഞുകൊണ്ടിരുന്നു. അതും പറഞ്ഞ് അവർ നദിയുടെ മധ്യത്തിലെത്തി. അപ്പോൾ ചെറുപ്പക്കാരന് തോന്നി, മുന്നിലുള്ള ആൾ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്, താൻ ഗുരുവിനോടും. എന്തുകൊണ്ട് അയാളെപ്പോലെ എനിക്കും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൂടാ? അയാൾക്ക് മാത്രമുള്ളതാണോ ദൈവം? അയാളും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ചെറുപ്പക്കാരൻ എന്നെ ഈശ്വരൻ രക്ഷിക്കും എന്ന് പറഞ്ഞതും നദിയിൽ മുങ്ങിയതും ഒരുമിച്ചായിരുന്നു. ജുനൈദ് അവനെ പൊക്കിയെടുത്തു. എന്നിട്ട് ശാസനാരൂപത്തിൽ പറഞ്ഞു, നീ കരുതുന്നുണ്ടോ ഈശ്വരനെ വിളിക്കാൻ മാത്രം നീ പ്രാപ്തനായി എന്ന്? നീ ഒരു പെൺകുട്ടിയെ വഞ്ചിച്ചതിനു ശേഷമല്ലേ നദിയുടെ തീരത്തെത്തിയത്? ശരിയായിരുന്നോ നീ ചെയ്തത്? അവൻ ആശ്ചര്യത്തോടെ ആ ഗുരുവിൻ്റെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹം തുടർന്നു, ആ ദിവ്യമായ നാമം ഉരുവിടുന്നതിന് നീ അർഹനായിട്ടില്ല. അതുകൊണ്ടാണ് ഈശ്വരനാമം ഉച്ചരിക്കുന്നതിനു പകരം ഗുരുവിൻ്റെ നാമം മാത്രം ഉച്ചരിക്കുവാൻ ഞാൻ പറഞ്ഞത്. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമ്പദ് കർമ്മണി ദീക്ഷിതാനി സകലാപദ്ഭഞ്ജനാന്യംബതേ മാമേവാകലയന്തു പങ്കജദളാക്ഷേമാംഗരാണ്യാദരാൽ ബ്രഹ്മാദീൻ പദപത്മലഗ്നമകുടാൻ ഹിത്വാ കഥം ചിജ്ജിവേ നേത്രാണ്യദ്യ കൃപാസുധാരസଝരീ സിക്താനി ഹേ സുന്ദരീ. സമ്പദ് കർമ്മണി ദീക്ഷിതാനി സകലാപദ്ഭഞ്ജനാന്യംബതേ. എൻ്റെ അമ്മേ, അമ്മയുടെ കണ്ണുകൾ എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്ന കാര്യത്തിൽ വ്രതമെടുത്തവയാണ്. കൂടാതെ എല്ലാ ആപത്തുകളും തകർത്തെറിയുന്നവയുമാണ്. മാമേവാകലയന്തു പങ്കജദളാക്ഷേമാംഗരാണ്യാദരാൽ. താമരയിതളുകൾ പോലെ മനോഹരമായ ആ കണ്ണുകൾ ഭയത്തെ ഇല്ലാതാക്കുന്നവയും മംഗളം അരുളുന്നവയുമാണ്. അവ എന്നെ ഒന്ന് കടാക്ഷിക്കട്ടെ. ബ്രഹ്മാദീൻ പദപത്മലഗ്നമകുടാൻ ഹിത്വാ കഥം ചിജ്ജിവേ. ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ അവിടുത്തെ തൃപ്പാദ പത്മങ്ങളിൽ കിരീടം വച്ച് സാഷ്ടാംഗം നമസ്കരിച്ച് കിടക്കുന്നുണ്ട്. എന്നാൽ അവരെയെല്ലാം ഒരു നിമിഷത്തേക്കെങ്കിലും ഉപേക്ഷിച്ചുകൊണ്ട് ശിവൻ്റെ അർത്ഥാംഗിനിയായ എൻ്റെ അമ്മേ, നേത്രാണ്യദ്യ കൃപാസുധാരസഝരീ സിക്താനി ഹേ സുന്ദരി. അല്ലയോ സുന്ദരിയായ ദേവി, എൻ്റെ അമ്മേ, കാരുണ്യമാകുന്ന അമൃതപ്രവാഹം കൊണ്ട് നനഞ്ഞ എൻ്റെ അമ്മയുടെ ആ കണ്ണുകൾ ഇപ്പോൾ എന്നിൽ കരുണയോടെ അനുഗ്രഹം ചൊരിയട്ടെ. അല്ലയോ ജഗദംബികെ, സുന്ദരിയായ ദേവി, അവിടുത്തെ ദിവ്യമായ തിരുനയനങ്ങൾ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതിലും ആപത്തകറ്റുന്നതിലും വ്രതമെടുത്തവയെപ്പോലെ ജാഗരൂകങ്ങളാണ്. അമ്മയുടെ തൃപ്പാദപത്മങ്ങളിൽ കിരീടം വച്ച് സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ബ്രഹ്മാദി ദേവന്മാരെ പോലും അല്പനേരത്തേക്ക് വിസ്മരിച്ചുകൊണ്ട്
കാരുണ്യമാകുന്ന അമൃതപ്രവാഹത്താൽ നനഞ്ഞ എൻ്റെ അമ്മയുടെ കടക്കണ്ണുകൾ ദയയോടെ എന്നെ ഒന്ന് കടാക്ഷിക്കണമേ. അമ്മേ, ബ്രഹ്മാവിനെ പോലെയുള്ള വലിയ ദേവന്മാർ അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ച് അനുഗ്രഹത്തിനായി കാത്തു നിൽക്കുന്നുണ്ട്. എന്നാൽ അവരെക്കാളും അധികമായി ഒന്നുമില്ലാത്ത എന്നെ അമ്മയുടെ കാരുണ്യം നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് ഒന്ന് നോക്കണമേ. ആ കണ്ണുകൾ എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്നവയും സങ്കടങ്ങൾ തീർക്കുന്നവയുമാണല്ലോ. ഓം ശ്രീലളിതാംബികായൈ നമഃ. ഓം അവിദ്യമാനം മേയം യസ്യ സ അമേയ. ലളിതാ സഹസ്രനാമത്തിലെ 616 മന്ത്രമായ അമേയ എന്ന നാമമന്ത്രത്തിൻ്റെ അർത്ഥമാണ് ഇത്. അവിദ്യമാനം, ഇല്ലാത്തത് അഥവാ കാണപ്പെടാത്തത്. മേയം, അളക്കുവാൻ കഴിയുന്നത്. യസ്യ, യാതൊന്നിനെയാണോ. സ, അത്. അമേയ, അളക്കുവാൻ കഴിയാത്തവൾ, അളവറ്റവൾ. യാതൊന്നിനെയാണോ അളക്കാൻ സാധിക്കാത്തത്, അത് അമേയ ആകുന്നു. എല്ലാ അളവുകൾക്കും പരിധികൾക്കും അതീതമാണ് അമ്മ. അളവറ്റ ദേവി, അതിരുകൾ ഇല്ലാത്ത ദേവി എന്നാണ് ഇതിൻ്റെ അർത്ഥം. അളന്നറിയുവാനാകാത്ത ദേവി. പ്രപഞ്ചത്തിലെ വസ്തുക്കളും മറ്റു വ്യാപാരങ്ങളും ഏതെങ്കിലും വിധത്തിലുള്ള തോതുകൾ കൊണ്ട് അളക്കുവാൻ പറ്റുന്നവയാണ്. കാറ്റിനെ വേഗം കൊണ്ടളക്കാം. കനം, പൊക്കം എന്നിവ കൊണ്ട് വസ്തുക്കളെയും വ്യക്തികളെയും ഒക്കെ അളക്കുവാൻ കഴിയും. ഉദാഹരണമായി ജലത്തെ ലിറ്റർ കൊണ്ടും ഊർജത്തെ കലോറി, ജൂൾ എന്നിങ്ങനെയൊക്കെയുള്ള തോതുകൾ കൊണ്ടും അളക്കുവാൻ കഴിയുന്നു. എന്നാൽ ആദി കാരണവും രൂപവും ഗുണവും കാലവും എങ്ങനെയാണ് എന്ന് കണക്കാക്കുവാൻ കഴിയാത്ത പരമമായ പരയായ ശക്തിയാണ് അമ്മ. അതുകൊണ്ട് അമ്മ അമേയയാണ്. സ്വർഗപാതാളലോകാന്ത ബ്രഹ്മാണ്ഡാവരണാഷ്ടകേ മേയം സർവമുമാരൂപം മാതാ ദേവോ മഹേശ്വര. മേയം സർവം ഉമാരൂപം. ഈ പ്രപഞ്ചം മുഴുവൻ സ്വർഗപാതാളങ്ങളും 8 ആവരണങ്ങളും അളക്കപ്പെടേണ്ട ഒന്നാണ്. ഈ കാണുന്ന പ്രപഞ്ചം, അതായത് ഈ ദൃശ്യപ്രപഞ്ചം മുഴുവൻ ഉമയുടെ അഥവാ പ്രകൃതിയുടെ രൂപമാണ്. മാതാ ദേവോ മഹേശ്വര. ഇത് അളക്കുന്നവൻ മഹേശ്വരനാണ്. അളക്കപ്പെടുന്ന പ്രകൃതി ഉമയും അതിനെ അറിയുന്ന പുരുഷൻ അളവുകാരൻ ശിവനുമാണ് എന്ന് അർത്ഥം. ശക്തി, അതായത് ഉമാദേവി, ഈ കാണുന്ന പ്രപഞ്ചം, ഇതിന് രൂപവും ഭാവവും അളവുകളും ഉണ്ട്. അതുകൊണ്ട് ഇത് മേയം അഥവാ അളക്കപ്പെടുന്നത് എന്ന് പറയുന്നു. ശിവൻ, മഹേശ്വരൻ, നിർഗുണമായ ചൈതന്യം, പ്രപഞ്ചത്തെ അറിയുന്ന സാക്ഷിയാണ് ശിവൻ. ഭഗവാൻ അളവുകൾക്ക് അതീതനായിട്ടിരുന്നു കൊണ്ട് എല്ലാറ്റിനെയും അളക്കുന്നു. പ്രപഞ്ചം എന്നത് അളക്കപ്പെടുന്ന പ്രകൃതിയും, അതായത് ഉമാദേവി, അളക്കപ്പെടുന്ന ചൈതന്യം ശിവൻ, ഇവ തമ്മിലുള്ള ചേർച്ചയാണ്. ഇതിന് വേറെ ഒരർത്ഥവും കാണുന്നുണ്ട്. സ്വർഗപാതാള ലോകാന്ത. സ്വർഗലോകം മുതൽ പാതാള ലോകം വരെയുള്ള എല്ലാ ലോകങ്ങളും ബ്രഹ്മാണ്ഡാവരണാഷ്ടകെ. ഈ ബ്രഹ്മാണ്ഡത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന 8 തരം ആവരണങ്ങളും. ആവരണാഷ്ടകം 8 ആവരണങ്ങൾ. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവയാണ് 8 ആവരണങ്ങൾ. മേയം സർവം ഉമാരൂപം. ഇവയെല്ലാം ചേർന്ന ഈ പ്രപഞ്ചം മുഴുവൻ ഉമാരൂപമാണ്, അമ്മയുടെ സ്വരൂപം തന്നെയാണ്. മാതാ ദേവോ മഹേശ്വര. അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ മാതാവ് ശ്രീ പാർവതി ദേവിയും പിതാവ് മഹേശ്വരനുമാണ്. സ്വർഗവും ഭൂമിയും പാതാളവും ഉൾപ്പെടുന്ന ഈ വലിയ പ്രപഞ്ചം മുഴുവൻ ഭഗവതിയുടെ, അതായത് ഉമാദേവിയുടെ രൂപമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ മാതാപിതാക്കൾ പാർവതീ പരമേശ്വരന്മാരുമാണ്. ഒരു തരത്തിലും മതിക്കപ്പെടുവാൻ കഴിയാത്ത ദേവി, അളന്നറിയുവാനാകാത്ത അമ്മ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ഓം അമേയായൈ നമഃ. ഓം ഓം ഹ്രേം അമേയായൈ നമഃ. ജീവാത്മാവിൻ്റെ രൂപത്തിലും പരമാത്മാവിൻ്റെ രൂപത്തിലുമുള്ളത് ആദിപരാശക്തിയായ അമ്മയാണ്. അടുത്ത നാമമന്ത്രത്തിൽ
2 അക്ഷരങ്ങൾ കൊണ്ട് അക്കാര്യം വാഗ്ദേവതകൾ നമുക്ക് വ്യക്തമാക്കി തരുന്നു. ആത്മ എന്നതാണ് ആ മന്ത്രം. ജീവാത്മ പരമാത്മസ്വരൂപിണി എന്ന് ഈ മന്ത്രത്തിന് അർത്ഥം. ജീവാത്മരൂപത്തിലും പരമാത്മസ്വരൂപിണിയായും സ്ഥിതി ചെയ്യുന്ന ദേവി, ജീവൻ എന്നിങ്ങനെ ഈ മന്ത്രത്തിന് സാമാന്യമായി അർത്ഥം പറയാവുന്നതാണ്. വിഷ്ണു സ്ഫുലിംഗോ യഥാത അഗ്നൗ ച ബഹുധാ സ്മൃത ജീവാ സർവേ തഥാ ശിവ പരമാത്മാ ച സ സ്മൃത. അഗ്നിയിൽ നിന്നും പലതരത്തിലും രൂപത്തിലുമുള്ള തീപ്പൊരികൾ ഉയരുന്നതുപോലെ എല്ലാ ജീവാത്മാക്കളും ശിവനിൽ നിന്നും ഉണ്ടായവയാണ്. ലിംഗപുരാണത്തിലെ ഒരു ശ്ലോകമാണ് ഇത്. ഗൗരീരൂപാണി സർവാണി ശരീരാണി ശരീരിണം ശരീരിണസ്തഥാ സർവേ ശങ്കരാംശോ വ്യവസ്ഥിത. വസിഷ്ഠരാമായണത്തിലെ വരികളാണ് ഇവ. ശരീരം ഉള്ള എല്ലാ ആത്മാക്കളും അമ്മയുടെ രൂപമാകുന്നു. ശിവപുരാണത്തിൽ എന്താണ് പറയുന്നത് എന്നുകൂടി നോക്കാം. ആത്മാ തസ്യ അഷ്ടമീ മൂർത്ത ശിവസ്യ പരമാതനു വ്യാപകേതരമൂർത്തീനാം വിശ്വം തസ്മാത് ശിവാത്മകം. ശിവൻ്റെ 8ാമത്തെ മൂർത്തി, അതായത് രൂപം, ആത്മാവാകുന്നു. ശിവൻ്റെ ഏറ്റവും ഉന്നതമായ ശരീരമാണ് ഇത്. മറ്റ് 7 രൂപങ്ങളെയും, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, സൂര്യൻ, ചന്ദ്രൻ എന്നിവയാണ് മറ്റ് 7 രൂപങ്ങൾ. ഈ 7 രൂപങ്ങളെയും വ്യാപിച്ചു നിൽക്കുന്നത് ഈ ആത്മരൂപമാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ ശിവമയമാണ് എന്ന് പറഞ്ഞാൽ ശിവനിൽ നിന്ന് വേറിട്ട ഒന്നല്ല എന്ന് അർത്ഥം. സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 ശരീരങ്ങളിലും അഭിമാനിക്കുന്ന ജീവനെ ആത്മാ എന്ന് പറയുന്നു. അതായത് സ്ഥൂല ശരീരമാണ് ഞാൻ എന്ന് കരുതുന്ന ആത്മഭാവം, സൂക്ഷ്മ ശരീരമാണ് ഞാൻ എന്ന് കരുതുന്ന ആത്മഭാവം, കാരണശരീരമാണ് ഞാൻ എന്ന് കരുതുന്ന ആത്മഭാവം. ഈ 3 ഭാവത്തിലുമുള്ള ജീവനെ ആത്മാ എന്ന് പറയുന്നു. ആത്മാ എന്ന ശബ്ദത്തിൻ്റെ നാനാർത്ഥങ്ങൾ കൂടി ഇനി നോക്കാം. പ്രകൃതി, മനസ്സ്, പ്രയത്നം, ബുദ്ധി, ധൈര്യം, അറിവ്, സൂര്യൻ, അഗ്നി എന്നിങ്ങനെയെല്ലാം ഈ പദത്തിന് അർത്ഥങ്ങൾ കാണുന്നു. അതുകൊണ്ട് പ്രകൃതി രൂപിണി, പ്രകൃതിയുടെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി, പ്രയത്നത്തിൻ്റെ രൂപത്തിലുള്ള ദേവി, വായുവിൻ്റെ രൂപത്തിൽ ലോകത്തിൻ്റെ തന്നെ പ്രാണനായി സ്ഥിതി ചെയ്യുന്ന ദേവി, മനോരൂപിണി, മനസ്സിൻ്റെ രൂപത്തിലുള്ള അമ്മ, ബുദ്ധിരൂപിണി, ബുദ്ധിയുടെ രൂപത്തിലുള്ള അമ്മ, ജ്ഞാനസ്വരൂപിണി, അറിവിൻ്റെ രൂപത്തിലുള്ള ദേവി, ധൈര്യരൂപിണി, സൂര്യരൂപത്തിലുള്ള ദേവി, അഗ്നിയുടെ രൂപത്തിലുള്ള അമ്മ എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങൾ ഈ മന്ത്രത്തിന് ഉണ്ട്. ഓം ആത്മനേ നമഃ. ഓം ഓം ഹ്രേം ആത്മനേ നമഃ. അമേയ, ആത്മാ എന്നീ 2 മന്ത്രങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിവരിച്ചത്. എന്നും പ്രഭാതങ്ങളിൽ ജപിക്കുവാൻ ഉത്തമമായ മന്ത്രങ്ങളാണിവ. അപമൃത്യു, രോഗം, ധനനഷ്ടം എന്നിവ ഈ മന്ത്രങ്ങൾ കൊണ്ട് മാറ്റുവാൻ കഴിയും. മനക്കരുത്തിന്, അതായത് ടെൻഷൻ മാറി ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുന്നതിനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുവാൻ തൻ്റെ ഹൃദയത്തിൽ അമ്മ വസിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ ജപിക്കാം. ശ്രീ മഹാത്രിപുരസുന്ദരീ ദേവി സമസ്ത സൗഭാഗ്യങ്ങളും നൽകി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് അമ്മയുടെ പാതാരബിന്ദങ്ങളിൽ സാഷ്ടാംഗം പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.